നമ്മൾ എഫ് സി ഗോവയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ രണ്ടുപേരും എഫ് സി ഗോവയാണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിലും കുറേയധികം പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് സുഖമായിട്ട് വിജയിക്കാവുന്ന മാച്ച് അല്ലെങ്കിൽ സമനില കിട്ടാവുന്ന മാച്ച് അതൊക്കെ അതായത് അതിൽ നിന്ന് കിട്ടാവുന്നതൊക്കെ പോയിൻറ്റ് രണ്ട് ടീം ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയണം. ബട്ട് പേപ്പറിൽ നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെക്കാട്ടിലും ശക്തി കൂടിയ ടീം അത് എഫ് സി ഗോവ തന്നെയാണ്. അവരുടെ ഒരു കോച്ചാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് മനോലോ മാർക്കസ്. എന്തായാലും ഒരിക്കലും നമ്മുടെ കോച്ചും അതുപോലെ തന്നെ എഫ് സി ഗോവയുടെ കോച്ചും തമ്മിൽ കമ്പയർ ചെയ്യാനേ സാധിക്കില്ല. എന്തായാലും ഒരു പോയിൻറ്റിൻ്റെ ഡിഫറൻസേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ ഒരിക്കലും ആ മാച്ച് കുറച്ച് കാണരുത്. കാരണം നമ്മൾ മസ്റ്റായിട്ട് വിജയിക്കേണ്ട ഒരു മാച്ചായിരുന്നു ഹൈദരാബാദ് എഫ് സി മാച്ച് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ 3 പോയിൻ്റാണ് ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത്. ആ ഒരു 3 പോയിൻറ്റ് ഏത് രീതിയിൽ നമ്മൾ തിരിച്ചെടുത്തേ മതിയാകുകയുള്ളൂ. ആ ഒരു 3 പോയിൻറ്റ് തിരിച്ചെടുക്കണമെങ്കിൽ നമുക്കടുത്ത 3 മാച്ചും വിജയിക്കണം. അതായത് 9 പോയിൻറ്റ് കിട്ടും. ബട്ട് ആ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് നമ്മൾ കളഞ്ഞത്. പിന്നെ ഒരു പോയിൻ്റ് ഡിഫറൻസേ ഉള്ളൂ, 4-8 ആ സ്ഥാനത്തേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ കമ്പാരിസൺ നടത്താനേ പാടില്ല. നമ്മളെക്കാട്ടി സ്ട്രോങ് ടീം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ കോച്ചാണ് ഏറ്റവും സ്ട്രോങ്, മനോലോ മാർക്കസ്. മിഗാൽ സ്റ്ററെ മനോലോ മാർക്കസ് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം മനോലോ മാർക്കസ് എന്ന് പറയുന്നത് വേറെ ലെവലിൽ ടോപ്പ് ടാക്ടീഷ്യനാണ്. അദ്ദേഹത്തെക്കുറിച്ച് കുറേയധികം അദ്ദേഹത്തിൻ്റെ ബാഴ്സലോണ ആ ഒരു പ്ലേസിൽ നിന്ന് സിറ്റിയിൽ നിന്ന് വരുന്നൊരു കോച്ചാണ്. ആ ഒരു പ്ലേസിൽ നിന്ന് വന്നവരും എല്ലാവരും നമുക്കറിയാം. കഴിഞ്ഞ മലേഷ്യയിൽ നിന്ന് അവരുടെ കോച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്, മനോലോ മാർക്കസ് എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു എന്താ പറയുക, ഞങ്ങളെല്ലാം കണ്ടുപിടിക്കുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ അവർ തന്നെ പറയുന്നൊരു കാര്യമാണ്. സോ അത്ര മികച്ചൊരു കോച്ചാണ് മനോലോ മാർക്കസ്. അദ്ദേഹത്തിനെതിരെയാണ് മിഗാൽ സ്റ്റാറെ എന്ന് പറയുന്ന അത്രയും നമുക്ക് ആ ഒരു ലെവൽ വെക്കാൻ പറ്റത്തില്ല. എങ്കിൽ പോലും അദ്ദേഹം കഴിഞ്ഞ കളിയിലെ പെർഫോമൻസ് കൊണ്ട് എല്ലാ ആരാധകരെയും കയ്യിലെടുത്തിട്ടുണ്ട്. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് അടുത്ത മാച്ചിനെ കുറിച്ച് കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീട്ടിൽ കാണുന്നവർ